2022 പാക് ബാറ്റർ ബാബർ അസം അവസാനമായി ഒരു ടെസ്റ്റ് സെഞ്ചുറി നേടിയത്. ഇതിനുശേഷം ആകെ നേടിയത് 3 അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ്. കഴിഞ്ഞ 14 ടെസ്റ്റ് മത്സരങ്ങളിൽ ബാബർ അസമിന്റെ ശരാശരി 23.57 ആണ്. പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലാഹോറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിവസം പിന്നിട്ടപ്പോൾ ട്രോളുകളിൽ നിറയുകയാണ് പാക് സീനിയർ താരം. ഫ്രോഡ് എന്നാണ് ബാബറിനെ ഒരു ആരാധകൻ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ട്രോളുകൾ ഇപ്പോൾ വരാൻ കാരണമെന്ന് പരിശോധിക്കാം. ദക്ഷിണാഫ്രിക്കക്കെതിരെ 163-2 എന്ന ശക്തമായ നിലയിൽ പാകിസ്ഥാൻ നിൽക്കവെയാണ് 4ാം നമ്പറിൽ ബാബർ അസം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. വിമർശകരെ നിശബ്ദരാക്കാനും ഫോമിലേക്ക് തിരിച്ചെത്താനും ബാബർ അസമിനുള്ള വേദിയായിരുന്നു ഇത്. 48 പന്തിൽ 23 റൺസ് നേടി ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ സൈമൺ ഹാർമറിന് മുന്നിൽ ബാബർ അസം വീണു. ഹാർമർ ഫുൾ ലെങ്ത്തിൽ എറിഞ്ഞ പന്ത് ബാബർ അസം തെറ്റായ ലൈനിലാണ് കളിച്ചത്. ഇതോടെ പന്ത് കാലിൽ പതിച്ചു. ആദ്യം അമ്പയർ ഔട്ട് നൽകിയില്ല. പക്ഷെ റിവ്യൂ എടുക്കാനുള്ള ദക്ഷിണാഫ്രിക്കയുടെ തീരുമാനം ഒരു മികച്ച നീക്കമാണെന്ന് പിന്നീട് തെളിഞ്ഞു. റിവ്യൂവിൽ 3 റെഡ് മാർക്കുകൾ തെളിഞ്ഞതോടെ ബാബറിന് പവലിയനിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇങ്ങനെ അപമാനം സഹിക്കുന്നതിനും നാണം കെടുന്നതിനും വേണ്ടിയാണോ ബാബർ അസം 2025-ലും ക്രിക്കറ്റ് കളിക്കുന്നത് എന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം. ബാബർ സെഞ്ചുറി പോയിട്ട് അർദ്ധ സെഞ്ചുറി പോലും നേടുന്നില്ലെന്നാണ് മറ്റൊരു ആരാധകൻ പരിഹസിക്കുന്നത്. പാർട്ട് ടൈം ബൗളർമാർക്കെതിരെ പോലും സ്കോർ ചെയ്യാൻ ബാബറിന് കഴിയുന്നില്ല. കളിക്കാൻ തുടങ്ങിയ ആദ്യ ദിനം മുതൽ ബാബർ ഫ്രോഡായിരുന്നു. ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞ 7 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 5 സെഞ്ചുറികൾ നേടിക്കഴിഞ്ഞു. തട്ടിപ്പുകാരനായ ബാബർ അസം തന്റെ അവസാന അന്താരാഷ്ട്ര ടെസ്റ്റ് സെഞ്ചുറി നേടിയത് 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ട്രോളുകളിൽ ഏറ്റവും രൂക്ഷമായ ഒന്നായിരുന്നു ഇത്. ബാബർ അസം ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണമെന്നും ഇത്രയധികം പരിശീലനം നടത്തിയിട്ടും സ്പിന്നിനെ കളിക്കേണ്ടത് എങ്ങനെയെന്ന് അവൻ പഠിച്ചില്ല എന്നും ഈ പരമ്പരയോടെ ബാബറിനെ പുറത്താക്കണമെന്നും ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടു. ഇതാദ്യമായല്ല ബാബർ അസമിനെതിരെ പാക് ക്രിക്കറ്റ് ആരാധകർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ടെസ്റ്റ് ഫോർമാറ്റിൽ മാത്രമല്ല മറ്റൊരു ഫോർമാറ്റിലും മികവിലേക്ക് ഉയരാൻ ബാബർ അസമിന് കഴിയുന്നില്ല. അവസാന 10 ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ താരത്തിന്റെ ശരാശരി 19 മാത്രമാണ്. തുടർച്ചയായി മോശം ഫോമിൽ തുടരുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾക്കുള്ള കാരണവും. നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കക്കെതിരെ പാകിസ്ഥാൻ അവരുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ക്യാമ്പയിൻ തുടരുമ്പോൾ ബാബർ അസമിന് മേലുള്ള സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കും. പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അധികം വൈകാതെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല ആരാധകരുടെ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടതായും വരും. പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ 1ാം ടെസ്റ്റ് മത്സരം ലാഹോറിലാണ് നടക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 313 റൺസ് നേടിയിട്ടുണ്ട്. 62 റൺസ് എടുത്ത മുഹമ്മദ് റിസ്വാനും 52 റൺസ് എടുത്ത സൽമാൻ അലി ആഗയുമാണ് ക്രീസിലുള്ളത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാന് 2 റൺസ് എടുക്കുന്നതിനിടെ ഓപ്പണർ അബ്ദുള്ള ഷഫീഖിനെ നഷ്ടമായിരുന്നു. 2ാം വിക്കറ്റിൽ ഇമാമുൽ ഹക്കും ഷാൻ മസൂദും ചേർന്ന് പാകിസ്ഥാനെ കരകയറ്റി. ഇമാമുൽ ഹക്ക് 93 റൺസും ഷാൻ മസൂദ് 76 റൺസ് നേടിയാണ് പുറത്തായത്. സൗദ് ഷക്കീൽ ഗോൾഡൻ ഡക്കായി മടങ്ങുകയും ചെയ്തു. പാകിസ്ഥാനിൽ പര്യടനത്തിനെത്തിയ ദക്ഷിണാഫ്രിക്ക 2 ടെസ്റ്റ് മത്സരങ്ങളും 3 വീതം ഏകദിന T20 മത്സരങ്ങളുമാണ് അവിടെ കളിക്കുക.